നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നുള്ള പ്രധാന ചോദ്യങ്ങളാണ്. PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ക്ലെമന്റ് ആറ്റ്ലിയെ ഇന്ത്യയിൽ നിയമിച്ച വൈസ്രോയി ആരാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ക്ലെമന്റ് ആറ്റ്ലിയെ ഇന്ത്യയിൽ നിയമിച്ച വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ വർഷം. ഇപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1947 ജൂലൈ മാസത്തിലാണ്. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണ്? ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വരാൻ കാരണമായ നിയമമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷമാണ് 1947 ഓഗസ്റ്റ് 15. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് വർഗീയ ലഹള നടന്ന സ്ഥലങ്ങളാണ് കൽക്കട്ട, ഡൽഹി, നവാഗാലി. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് വർഗീയ കലാപങ്ങൾ നടന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? കൽക്കട്ട, ഡൽഹി, നവാഗാലി. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം വരിച്ച തീയതി. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം വരിച്ച തീയതിയാണ് 1948 ജനുവരി 30. മഹാത്മാഗാന്ധിയെ വധിച്ച ഘാതകനാണ് നാഥുറാം വിനായക് ഗോഡ്സെ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി പ്രവർത്തിച്ച വകുപ്പിൻ്റെ മന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി പ്രവർത്തിച്ച വകുപ്പിൻ്റെ മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് VP മേനോൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? VP മേനോനാണ്. അദ്ദേഹം മലയാളിയാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന ചിത്രം സംവിധാനം ചെയ്തതാര്? പമേല റോക്സ്. ട്രെയിൻ ടു പാകിസ്ഥാൻ ഇന്ത്യ വിഭജനത്തെ കുറിച്ചുള്ളൊരു പുസ്തകമാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. ഈ പേരിലൊരു ചിത്രം സംവിധാനം ചെയ്തത് പമേല റോക്സ് ആണ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത് എന്നാണ്? കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച വർഷം 1947 ഒക്ടോബർ 26. 1947 ഒക്ടോബർ 26 കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നത്. ജനഹിത പരിശോധനയിലൂടെ ജുനഗഡ് നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച വർഷമാണ് 1948. ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അത് ജുനഗഡ് ആണ്. വർഷം 1948. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ കൃതികൾ ആരുടേതാണ്? VP മേനോൻ്റെയാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ ഇൻ്റഗ്രേഷൻ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ കൃതികൾ VP മേനോൻ്റെയാണ്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ പോളോ എന്നാണ്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ പോളോ ആണ്. 1948 സെപ്റ്റംബർ 13 ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നത്. VP മേനോൻ്റെ ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് VP മേനോൻ ജനിച്ചത്. ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനു ശേഷവും വൈദേശികാധിപത്യത്തിൽ നിലനിന്നിരുന്ന പ്രദേശങ്ങളാണ് ഗോവ, ദാമൻ ദിയു, മാഹി, പോണ്ടിച്ചേരി, യാനം, കാരക്കൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനു ശേഷവും വൈദേശികാധിപത്യത്തിൽ നിലനിന്നിരുന്ന പ്രദേശങ്ങൾ ഗോവ, ദാമൻ ദിയു, മാഹി, പോണ്ടിച്ചേരി, യാനം, കാരക്കൽ എന്നിവയാണ്.
കേരളത്തിലെ ഫ്രഞ്ച് അധീന പ്രദേശമായ മാഹിയുടെ വിമോചനത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് മയ്യഴി മഹാജനസഭ. കേരളത്തിലെ ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്നു മാഹി. മാഹിയുടെ വിമോചനത്തിന് നേതൃത്വം നൽകിയ സംഘടന അറിയപ്പെടുന്നത് മയ്യഴി മഹാജനസഭ എന്നാണ്. മയ്യഴി അഥവാ മാഹി ഫ്രഞ്ചുകാർ അധിനിവേശം അവസാനിപ്പിച്ച വർഷമാണ് 1954 ജൂലൈ 16. മയ്യഴിയിൽ അല്ലെങ്കിൽ മാഹിയിൽ ഫ്രഞ്ചുകാർ അധിനിവേശം അവസാനിപ്പിച്ച വർഷം 1954 ജൂലൈ 16. ഗോവ, ദാമൻ ദിയുവിൽ നിന്ന് പോർച്ചുഗീസ് അധിനിവേശം അവസാനിപ്പിച്ച വർഷം 1961. അതുപോലെ ഗോവ, ദാമൻ ദിയു എന്നിവിടങ്ങളിൽ നിന്ന് പോർച്ചുഗീസ് അധിനിവേശം അവസാനിപ്പിക്കപ്പെട്ട വർഷം 1961. ഇന്ത്യയിൽ ആദ്യം വന്നതും അവസാനം പോയതുമായ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വർഷങ്ങളാണ് 463 വർഷങ്ങൾ. 463 വർഷങ്ങളാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950 ജനുവരി 26. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെയാണ്. ഇന്ത്യയിലെ ആദ്യ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷനാണ് ജസ്റ്റിസ് ദർ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷനാണ് ജസ്റ്റിസ് ദർ കമ്മീഷൻ. ദർ കമ്മീഷൻ ശുപാർശകളെക്കുറിച്ച് പഠിക്കാൻ നിയമിതമായ കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. അത് 1948 ദർ കമ്മീഷൻ ശുപാർശകളെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. 1948. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുകയെന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുകയെന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനി പോറ്റി ശ്രീരാമലു ആണ്. ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് 58 ദിവസത്തെ നിരാഹാര സമരം അനുഷ്ഠിച്ച് രക്തസാക്ഷിയായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ച വർഷമാണ് 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ HN കുൻസ്രു, KM പണിക്കർ എന്നിവരാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്ന മലയാളിയാണ് സർദാർ KM പണിക്കർ അഥവാ കാവാലം മാധവ പണിക്കർ. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1956. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കുന്നത് 1956. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരുന്നത് 1953. സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം 1956 ഇന്ത്യയിൽ നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം എന്ന് പറയുന്നത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിരുന്നു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 14, അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ 6. ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന സംസ്ഥാനമാണ് തെലങ്കാന. തെലങ്കാന സംസ്ഥാനം നിലവിൽ വന്ന വർഷം 2014 ജൂൺ 2. തെലങ്കാന സംസ്ഥാനം നിലവിൽ വന്നത് 2014 ജൂൺ 2. തെലങ്കാന സംസ്ഥാനം നിലവിൽ വന്ന വർഷം 2014 ജൂൺ 2. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്ന വർഷമാണ് 2019. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്ന വർഷം 2019. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീർ ആണ്.
നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ചരിത്രമാണ്, പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. വീഡിയോസ് ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.